അഡ്വക്കേറ്റ് ഫിർദൗസ്, ഇതങ്ങനെ വിടാൻ പറ്റില്ല. താങ്കൾ വിവരാവകാശ പ്രവർത്തകനാണ്, താങ്കളുടെ കൈവശം എല്ലാ രേഖകളും ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ഫ്ലോറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നടത്തി. ഞാനിവിടെ അവതാരകനായിട്ടിരിക്കുന്നു, ഗണപതി സാറ് അതുപോലെ താങ്കൾ ഒക്കെ പാനലിസ്റ്റുകളായിട്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊരു നടപടി ഉണ്ടാവണ്ടേ? എന്താണ് അതിന് ചെയ്യേണ്ടത്? ഇതില് പ്രത്യേകിച്ച് ഒരു നടപടിയും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. അവരവർ വിജിലന്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ലേക്ചൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് 2009 ഇട്ടിട്ടുള്ള ഒരു എഫ്ഐആർ. ഇപ്പൊ നടന്നിരിക്കുന്നപ്പോ ഒരാളെ പിടിച്ചു, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു, അവൻ കുറ്റം സമ്മതിച്ചു എന്നൊക്കെ പറയുന്ന അതേ ഒഫൻസ് കേരളത്തിൽ നടന്നതാണ് ആ എഫ്ഐആർ. അതായത് ഇതിപ്പോ ഇവിടുന്ന് ഒരാളിനെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് ഇറാനിലോ എവിടെയോ വെച്ചിട്ട് അയാളുടെ അവയവം മാറ്റാവുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടാണ് ഒരു അറസ്റ്റ് നടന്നേക്കുന്നതും അന്വേഷണം നടക്കുന്നതും. ഇതേമാതിരി തന്നെ ഇവിടെ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു അവയവം വിദേശീനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് മസ്തിഷ്ക മരണം, ആ ഡോണർക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിട്ട് അയാളുടെ അവയവം എടുത്ത് മാറ്റി വെച്ചിട്ട കേസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 2017 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള കേസ്. ഒന്നും നടന്നിട്ടില്ല, ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പൊ ശ്രീ ഹരിദാസ് പറഞ്ഞത് തന്നെ വലിയൊരു തുറന്നു പറച്ചിലാണ്. പക്ഷെ അത് ഒഫൻസ് ആണ് ശരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ഒരു അവയവം സ്വീകരിക്കാനോ അങ്ങനെയുള്ള ഒരു നടപടികൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, നിയമപരമായിട്ട് പറ്റാത്ത സംഗതിയാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിവിടെ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ എന്റെ ബന്ധുക്കൾക്ക് കിഡ്നി ഫെയിലർ ആണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവയവം സ്വീകരിക്കണം എന്നാണ് പറയണത്, എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരാൾക്ക് പറയാനും മറ്റൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും വെച്ചിട്ട് ഇപ്പൊ ഒരു അവയവം മാറ്റി വെക്കുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്, അതേമാതിരി ഈ അവയവം ഇപ്പൊ നിലവിലെ കണ്ടീഷൻസ് ഇപ്പൊ കേരളത്തിൽ തന്നെ 600-ൽ-അധികം ആളുകൾ അവയവം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവരുടെ നിലവിലെ കണ്ടീഷൻ, അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള സാഹചര്യം, ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു പഠനം നടത്തിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ നമ്മളൊരു അവയവം ഒരു തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ ബന്ധുക്കളല്ലാത്ത ആളുകളോ ബന്ധുക്കളിൽ നിന്ന് പോലും ഒരു അവയവം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം ആ അവയവത്തിനെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ്. ആ റിജക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻസ് നമ്മളിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻ നമ്മളിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളിലേക്ക് ആ മെഡിസിൻസ് തന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ബ്ലഡിലെ വൈറ്റ് സെൽസ് ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷൻസിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വൈറ്റ് സെല്ലിനെയാണ് ഇത് തലക്കടിച്ച് ഉറക്കിയിരുത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ വൈറ്റ് സെല്ല് ഒരു ഫോറിൻ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തടയില്ല, അത് നേരെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മുടെ ശരീരത്തിനെ കില്ല് ചെയ്യും. അങ്ങനെയാണ് അവയവം മാറ്റിയിട്ടുള്ള ആളുകൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇൻഫെക്ഷൻ വന്ന് മരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു ബാലൻസ് കണ്ടീഷനിൽ ജീവിക്കണം. അതായത് ഇമ്മ്യൂണിറ്റി പിടിച്ചു നിർത്തിയിട്ട് ഒരു ഫോറിൻ ഒരു പുറമെന്നുള്ള ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ജീവിക്കണം. ഒരു ICU ലൈഫ് എന്നുള്ള രീതിയിൽ ജീവിക്കണം. അങ്ങനെയാണ് അവയവം സ്വീകരിച്ച ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും കൊടുക്കുകയും ചെയ്യും, അയാൾ ഒരു വലിയൊരു കടക്കാരനാവും ചെയ്യും. ജീവിതകാലം മുഴുവൻ പ്രതിമാസം 10,000 രൂപ, 18,000 രൂപ, 25,000 രൂപയുടെ മെഡിസിൻസും കഴിച്ചുകൊണ്ട് അയാൾ ഒരു പൂർണ്ണ ഇവരുടെ ഈ സംഘത്തിന്റെ വലയിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. പറ്റുമെങ്കിൽ ബെറ്റർ ഡോക്ടേഴ്സിനെ കണ്ടെത്തിയിട്ട് ആ എന്താണ് ചികിത്സ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഞാൻ എന്നെ സമീപിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്. പ്രത്യേകിച്ച് അവയവം മാറ്റപ്പെട്ട ആൾക്കാർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് വളരെ ഒരു 1% എങ്ങാനും ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും അവയവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കണക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് എനിക്ക് കണക്ക് പ്രോപ്പറായിട്ട് തന്നിട്ടില്ല. ഈവൻ DME പോയി കണ്ടിട്ട് പറഞ്ഞിട്ട് പോലും എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ കേസോട്ടോ അല്ലെങ്കിൽ DME തന്നെ ആ കണക്കൊന്ന് പുറത്തു വിട്ടെ, കേരളത്തിലെ അവയവങ്ങൾ സ്വീകരിച്ച ആളുകളിൽ എത്ര പേരിന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ആളുകൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ കയ്യിലെ പൈസ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ്, അല്ലാണ്ട് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇപ്പൊ വിദേശത്തേക്ക് നടക്കുന്നുണ്ട്, എല്ലാം നടക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഗണപതി സാർ പറഞ്ഞ മാതിരി SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് ഒരു മ്യാൻമാർ സ്വദേശിന് ഇതേമാതിരി കഴിഞ്ഞ ആഴ്ച ഡോണറും റെസിപ്പിയന്റും മ്യാൻമാർ സ്വദേശികളാണ്. അവിടെ സർജറി നടത്താൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റ് ചെയ്യാനും ഒരു മ്യാൻമാറിൽ നിന്ന് ഒരു ഡോക്ടറും വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടെ പോസിബിൾ ആവുന്നത്? ഈ സർജറിക്കൊക്കെ ഈ കേസോട്ടോ എങ്ങനെയാണ് മൗനാനുവാദം കൊടുക്കാൻ പറ്റുന്നത്? അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാര്. അല്ല, അവർ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇത്, അതോ രഹസ്യമായിട്ട് ആയിരിക്കും?
അറിഞ്ഞിട്ടല്ല എന്നിട്ടുണ്ടെങ്കിൽ അവർ നടപടി സ്വീകരിക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെ ഇന്നേ വരെ 2012 മുതലാണ് ഇവിടെ റൂൾ വന്നത്, ഇന്നേ വരെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് എതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇവര്? ഇവര് തന്നെ കേസോട്ടോ നിൽക്കുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടർ തന്നെ പറയുന്നത്, ഇപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ പറയുന്നത് എന്താണ്? സ്വകാര്യ ആശുപത്രിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണ് അവർ കൊടുക്കുന്നത്. അതായത് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പ്ലാന്റേഷൻ ആ ഡേറ്റിൽ തന്നെ ഡിസ്പോസിബിൾസിന് തന്നെ 25 ലക്ഷം രൂപ വേണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. എന്താണ് ഇത്? ചർച്ച പല ഡോക്ടർമാരും പല ആളുകളും കേൾക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ 25 ലക്ഷം രൂപയുടെ ഡിസ്പോസിബിൾസ് എന്തിനാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് ആവശ്യം? അതെന്തൊക്കെ ഡിസ്പോസിബിൾസ് ആണ് ഒന്ന് പറഞ്ഞതാ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന ബന്ധപ്പെട്ട അധികാരികൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ നടപടി എടുക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഒരു നടപടി ഉണ്ടാവില്ല. ഒരു നടപടി നമ്മൾ പറഞ്ഞ് തോറ്റിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്താ പറയാ ഇപ്പൊ താന്നിരിക്കുകയാണ്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലിയൊരു മാഫിയായി മാറി ഈ അവയവങ്ങൾ മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ മാറ്റുന്നത് ഇവര് തന്നെയാണ്. ചിലപ്പോ ഒരു ഹാർട്ടിന് ചിലപ്പോ ഒരു ബൈപ്പാസ് സർജറി ആവശ്യം ഉണ്ടാവുള്ളൂ. അവരിപ്പോ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1-2 ലക്ഷം രൂപ കിട്ടും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ആശുപത്രിക്ക് ഒരു മാസം കൊണ്ട് 10-30 ലക്ഷം 40 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. പിന്നെ അവിടുന്ന് ആ ആശുപത്രിയുടെ എന്താ പറയാ സ്ഥിരം ഒരു രോഗിയാണ് അയാള്. നിരന്തരം ജീവിതകാലം മുഴുവൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ, ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ആ ആശുപത്രി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് അവിടെ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും പരാതി പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതേമാതിരി ഈ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ പരാതിയുമായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് പരാതി പറയാൻ പറ്റില്ല. അവര് ഇല്ലീഗലായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നാളെ പരാതിയായിട്ട് അവർക്ക് വരാൻ പറ്റുക? ഇതാണ് ഹരിദാസ്, എത്ര ഭീകരമാണ്, എത്ര ക്രൂരമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ഹരിദാസ് പ്ലീസ്. ഞാൻ ഈ ഫിർദൌസ് എന്ന് പറയുന്ന ഇവിടെ സംസാരിച്ച വ്യക്തിയോട് അങ്ങേയറ്റം അങ്ങനെ പറയരുതായിരുന്നു. 5 വർഷമാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തി കഴിഞ്ഞാലുള്ള ആയുസിന്റെ വലിപ്പം എന്ന്. ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ട് എത്രയോ ആൾക്കാരെ ഈ ചർച്ച കാണുന്നവരെ എത്രത്തോളം അവരെ മാനസികമായി തളർത്തുന്ന ഒരു വാക്കാണ് അങ്ങയുടെ വായിൽ നിന്ന് വീണിട്ടുള്ളത്. അതുമാതിരി തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളിപ്പോ ഈ 40-50 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് കുടുംബത്തെ അങ്ങേയറ്റം കടത്തിന്റെ കയത്തിലേക്ക് താഴ്ത്തിയിട്ട് പാടില്ല. അനിൽ നമ്പ്യാർ, അത് തെറ്റാണ്. ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു 10 പേരെ ഹാജരാക്കാം. 12-13 കൊല്ലായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഹാജരാക്കാം. അത് തെറ്റാണ്. തീർച്ചയായിട്ടും ഹാജരാക്കാം. എന്തത്ര സംശയം? താങ്കൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരാം. പക്ഷെ ആ സമയത്ത് താങ്കൾക്ക് ഇത് തിരുത്താൻ പറ്റില്ല. ഇത്തരം ഒരു ചർച്ചയില് ആയുസിന്റെ വലിപ്പം ഇതിൽ പറയണം. ഹരിദാസ്, അത് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളവരായിരിക്കാം ഒരുപക്ഷെ താങ്കൾ പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവറിന്റെ കാര്യത്തിലല്ല അനിൽ നമ്പ്യാർ. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം നിത്യേന ഇറക്കുന്ന മരുന്നിന്റെ പവറിലാണത്. പണ്ട് ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം സത്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസർ, നെഫ്രോളജി പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്, പരമാവധി 10 വർഷത്തെ ആയുസ്സാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ രോഗിക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തോട് തന്നെ ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ ഈ ബന്ധുവിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷന്റെ കാര്യം ആ കാലമൊക്കെ പോയി ഹരിദാസ്. ഇപ്പൊ കൊടുക്കുന്നത് 1.25 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് മുമ്പും കൊടുക്കുന്നുണ്ട്. 1.25 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് ശേഷവും നടത്തുന്നുണ്ട്. ഈ മരുന്നുകളുടെ ശക്തി കൊണ്ട് ബ്ലഡിലെ വൈറ്റ് സെല്ലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സുഹൃത്തെ, താങ്കളോളം എനിക്ക് മെഡിക്കൽ വിവരമില്ല എന്ന് താങ്കൾ വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. താങ്കൾ ഈ കേരളത്തിലെ ഒരുപാട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് മനോവീര്യം തകർക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ വിളിച്ചു പറയുന്നത് തീർച്ചയായിട്ടും അത് പറയരുതായിരുന്നു. ഞാൻ പറയുന്നത് ഹരിദാസ്, നമുക്കത് വിടാം. നമുക്ക് ഈ മാഫിയ എങ്ങനെ നിയന്ത്രിക്കാം? അനിൽ നമ്പ്യാർ, ഈ ബ്രോക്കർമാരെ ദൈവങ്ങളായിട്ട് ജനങ്ങൾക്ക് കാണേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഈ നിയമ സംവിധാനം
ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ ഒരു സംവിധാനം എത്തിയെങ്കിൽ അതിൽ ആരാണ് കുറ്റക്കാര്? നമ്മുടെ സർക്കാരാണ് അതിന് കുറ്റക്കാര്. ഈ ബ്രോക്കർമാരുടെ പിന്നാലെ എനിക്ക് അവയവം വേണം എന്ന് പറഞ്ഞ് നടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായിട്ടൊരു കാര്യമാണ്. ജീവിത സാഹചര്യം മനുഷ്യന്റെ അവയവങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിച്ച് അതൊരു അവയവമാറ്റ സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നിത്യസംഭവമായപ്പോൾ ഇത്തരം അവയവ മാഫിയകള് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ നിയമ സംവിധാനവും നീതി നിർവഹണ സംവിധാനവും അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവയവ കച്ചവടം പൊടിപൊടിക്കുന്ന കാര്യം സർക്കാർ അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ നീതി നിയമപാലകർ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. 1200 കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഡോക്ടറെ ആദരിക്കുന്ന കാര്യം പത്രത്തിൽ വലിയ കോളത്തിൽ വാർത്ത കൊടുക്കുന്നു. 1200 കിഡ്നിയും ബന്ധുക്കളിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് ഈ വാർത്ത വായിക്കുന്നവർ ആരെങ്കിലും വിശ്വസിക്കുവോ? അനിൽ നമ്പ്യാർ വിശ്വസിക്കുവോ? ഫിറദൌസ് വിശ്വസിക്കുവോ? ഒരാളും വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 1200 കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഡോക്ടറെ ആദരിക്കുന്നു. ഇപ്പോ എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്രമുഖ നടൻ, ഒരു പ്രമുഖ സംവിധായകൻ, അദ്ദേഹം വന്നിട്ട് ഒരു ഡോക്ടർക്ക് ആദരവ് അർപ്പിക്കുന്നതും ഒരു പ്രമുഖ പത്രത്തിൽ കണ്ടു. അത് 1000ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, 1000 കിഡ്നിയും മാറ്റിവെക്കപ്പെടുന്നത് ബന്ധുക്കളുടെ അല്ല എന്ന് അറിഞ്ഞിട്ടും എവിടെ നിന്നാണ് ഈ കിഡ്നി ലഭിക്കുന്നത്? ഇതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് അധികൃതർ അന്വേഷിക്കാത്തത്? അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ജനങ്ങൾക്ക് ബ്രോക്കർമാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട, ഇത്തരം കാര്യങ്ങളിൽ ബ്രോക്കർമാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതു താല്പര്യ ഹർജികൾ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരുപാട് പൊതു താല്പര്യ ഹർജി ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനും 1-2 കേസിൽ പോയിട്ട് കക്ഷി ചേർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് ഒരു രജിസ്ട്രേഷൻ സംസ്കാരം കൊണ്ടുവരണം. കിഡ്നി കൊടുക്കുന്ന വ്യക്തിക്ക് അത് ഒരു വെബ്സൈറ്റിൽ, സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഞാൻ എൻ്റെ ഒരു കിഡ്നി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. നമുക്ക് അതേക്കുറിച്ച് വേണം സംസാരിക്കാൻ. കാരണം ഇന്ന് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കിഡ്നി സജീവമായിട്ട് അത് പ്രവർത്തിക്കുന്നു, പക്ഷെ നാളെ രാവിലത്തെ കാര്യം അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കിത് വരുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അത് തരണം ചെയ്യാൻ എളുപ്പമല്ല. ഇപ്പൊ 4 അല്ല 8 അല്ല 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാനും എന്നെ പോലുള്ളവർ തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ് അനിൽ നമ്പ്യാർ ഞാനിവിടെ വിവരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അടിയന്തരമായിട്ട് ഒരു നിയമം ഉണ്ടാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. വിദേശത്തേക്ക് ഇവിടെ നിന്ന് പോയവർ എത്ര പേരെ കൊണ്ടുപോയിട്ട് 19 പേരാണ്, 19ഉം 1ഉം ഒരു മലയാളി അടക്കം 19 പേരില്ലേ. പക്ഷെ ഈ 19 പേർക്ക് പകരം 190 പേര് ഒരു പക്ഷെ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് ഈ മാഫിയയുടെ വലിപ്പവും ഈ പിടികൂടപ്പെട്ടവർ കേവലം നത്തോലികളാണെന്നും നമുക്ക് മനസ്സിലാകാൻ പോകുന്നു. യെസ്, പണ്ട് തിരുവനന്തപുരത്ത് RCCയിൽ മരുന്ന് പരീക്ഷണം നടത്തിയപ്പോൾ അന്ന് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അത് വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചു. പക്ഷേ ഇവിടെ അന്ന് അതിന് കൂട്ടുനിന്ന RCC ഡയറക്ടർക്ക് അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തു. ആ റിസർച്ചർക്ക് ആജീവനാന്ത വിലക്ക് നേരിട്ടു. അപ്പോൾ കേരളത്തിൽ നടാടെയല്ല ഇത്തരം സംഭവങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ അംഗീകാരമാണ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത്. ഡോക്ടർ ഗണപതി, എന്തായാലും കേരളത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് അവയവദാനം നടക്കുന്നത്. നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പലർക്കും അവയവം ആവശ്യമുണ്ട്. അപ്പോൾ അത് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ കുറേ കൂടി ഇതിലൊരു നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അവബോധം നൽകുന്നതും ശക്തിപ്പെടുത്തേണ്ടതല്ലേ? ഇപ്പോൾ സർക്കാർ കണ്ണടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊക്കെ നടക്കട്ടെ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും ഇതിനൊരു കടിഞ്ഞാണിടണ്ടേ ആരെങ്കിലും? ശ്രീ ഹരിദാസ് പറഞ്ഞതിന് ആദ്യം ഉത്തരം പറയാം. അതായത് വെബ്സൈറ്റില് കൊടുക്കുന്ന കാര്യം ശ്രീ ഹരിദാസ് പറഞ്ഞു. ലോകത്ത് ആദ്യമായിട്ട് ഓർഗൻ ഡൊണേഷൻ കമേഴ്ഷ്യലൈസ് ചെയ്ത് ഇറാനില് ഒരാളൊരു കിഡ്നി വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അയാളുടെ ഏജ്, സെക്സ്, അയാളുടെ വെയിറ്റ്, ഹൈറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, HLA മാക്സ്, ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ചെയ്യും. മൈ കിഡ്നീസ് അവൈലബിൾ ഫോർ Indian rupees.
anyone who is interested in this kidney can negotiate. The thing is, the donor and the recipient do not meet. There is a government agency that controls it. So, without anyone who wants a kidney or a liver or a pancreas or an intestine can get the organ in 1 or 2 or maximum 3 months. There is absolutely no way this cause organs in Iran. Australia started this to some extent. Singapore has started this to some extent. I submitted a proposal to the government that the solution to organ shortage and organ malnutrition is commercialized organ transplant. That is, anyone who is in need of an organ should inform the case of transplant now that I am willing to donate my organ. So case note will publish without the name, publish in the website that this group kidney with this HLA profile of this age and this sex is available for transplant. And then a negotiation goes on. The donor and the recipient, they never meet. And my other suggestion was, if the transplant takes place in a government hospital, it should be subsidized. And the patient, it is not the expense involved in the operation of such that is important. Lifelong, the patient lives, whether it is for 1 year or 50 years, they should take medicine, very costly medicine. This medicine should be given at a subsidized rate to the patient. യെസ് ഡോക്ടർ ഗണപതി, Organ. വ്യക്തമല്ല, ക്ലാരിറ്റി കുറവുണ്ട് താങ്കൾ പറയുന്നതിൽ. എന്നോട് ക്ഷമിക്കുക. ഞാൻ ഫിർദൗസിലേക്ക് പോവുകയാണ്. ഫിർദൗസ്, ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സബിത്ത് ഷമീർ എന്ന് പറയുന്ന പാലക്കാടുകാരൻ ഷമീറിനെയാണ് കൊണ്ടുപോയത് ഇറാനിൽ. പിന്നെ ഷമീറിനെ 6 മാസമായിട്ട് കാണാനില്ല എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഹരിദാസ് പറഞ്ഞത് കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ കാണാതായവരുടെ കൂട്ടത്തിൽ മറ്റൊരാൾ കൂടി, അപ്പം മൊത്തത്തിൽ ദുരൂഹതയാണ്. അതെ. ഇവിടുന്ന് ഇപ്പൊ ഹരിദാസ് പറഞ്ഞ മാതിരി തന്നെ എത്ര പേരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 5 വർഷങ്ങളോ 10 വർഷമോ എടുത്തിട്ട് എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിശോധന നടത്തുക. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ഒരു ആളേനെ ഇറാനിലോ എവിടെയാണോ വിദേശത്ത് കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തുന്നതെങ്കിൽ ആ ചികിത്സ നടത്തണം എങ്കിൽ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പരിശോധന നടത്തും. അല്ലാണ്ട് വെറുതെ ഒരാളിനെ അവിടെ കൊണ്ടുപോയിട്ട് അവയവെടുക്കാൻ നിൽക്കില്ലല്ലോ. അയാൾ ഫിറ്റ് ആണോ എന്നുള്ളൊരു പരിശോധന ഇവിടെ നടത്തിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിനൊരു ലിങ്ക് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. കേരളത്തിലെ ഒരു ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആശുപത്രികളുമായിട്ടോ അവർക്ക് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അതും കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. ആരാണ് ഇത്തരം ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കണം. എനിക്ക് തോന്നുന്നത് അത് നടക്കാൻ വഴിയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ലേക്ക് ഷോറിൽ നടന്നിട്ടുള്ള ഈ വിഷയം തന്നെ ഒന്നും ആയിട്ടില്ലല്ലോ. അത് അവരും സമ്മതിച്ചതാണ്. ക്രൈംബ്രാഞ്ച് ക്രൈം ഇട്ടിട്ടുള്ള കേസാണ്. അതിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. എല്ലാം അത് ഇവിടുന്ന് കൊണ്ടുപോയി അവയവം അയാളെ മസ്തിഷ്ക മരണം മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ട് അയാൾ അവയവം എടുത്ത് വിദേശത്തേക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് കേസ്. അതിലൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ എത്രത്തോളം പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് ആരൊക്കെയാണോ അതില് ഭാഗവാക്കാവുന്ന എല്ലാവരും കണ്ടെത്തണം. പിന്നെ നേരത്തെ ശ്രീ ഹരിദാസ് ചോദിച്ച മാതിരി ഇപ്പോ നമുക്ക് ബന്ധുക്കളല്ലാത്ത ആളുകളിൽ നിന്ന് അവയവം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്തിട്ട് ഇവർ നിങ്ങൾക്ക് തരും. അത് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അല്ല, ADGP ശ്രീജിത്ത് നൽകിയ റിപ്പോർട്ടിൽ അങ്ങനെ പ്രധാനപ്പെട്ട ശുപാർശകൾ വല്ലതും ഉണ്ടോ? ഫിർദൗസ് അത് വായിച്ചിട്ടുണ്ടോ? ഞാൻ അത് വായിച്ചിട്ടില്ല. ഹരിദാസ്, അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ താങ്കൾക്ക്? ഉള്ളടക്കത്തിൽ അദ്ദേഹം കുറച്ച് സജഷൻസ് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ
ഓർഗൻ കൊടുക്കാൻ തയ്യാറാവുന്ന ഡോണർക്ക് ഇത്തരത്തിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ സംഗതി കണ്ടു. ഇത് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുപോയിട്ട് കിഡ്നി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഷയം എത്തുമായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് അതിന്റെ കോപ്പി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ എനിക്കതിൽ പശ്ചാത്താപം തോന്നുന്നു. അപ്പൊ ഞാനത് എനിക്ക് കാണിച്ചു തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള ഒരു വിശദീകരണത്തോട് കൂടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇനി കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാണാത്ത വായിക്കാത്ത ഒരു സംഗതിക്ക് അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. ഈ ഫിർദൗസ് ദയവ് ചെയ്തിട്ട് അത് താങ്കൾ എനിക്കൊന്ന് എത്തിച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അത് നമുക്ക് മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലും ഈ നമ്മൾ ബ്രോക്കർമാരെ അന്വേഷിച്ച് പോകാതെ തന്നെ നമുക്ക് കിഡ്നിയും ലിവറൊക്കെ കിട്ടാനുള്ള മാർഗമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്കത് അയച്ചു തരണം. നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കുക. എന്റെ ഒരു അവയവം ഇനിയിപ്പോ എത്രയൊക്കെ തന്നെയാണെങ്കിലും എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക് അപ്പുറം അത് വിൽക്കാൻ ഒരു വ്യക്തി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ, ഒരു അവയവം മുറിച്ച് വിൽക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അത് അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് അയാൾ അത്തരം ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് ആ വ്യക്തിക്ക് അത് കൊടുക്കുന്ന വ്യക്തിക്ക് അവന്റെ അവയവത്തിന് പറഞ്ഞ വിലയുടെ 1/3 മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചാവാ നിൽക്കുന്നവനെ പിടിച്ചിട്ട് കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്കതിൽ സംജാതമായിട്ട് ഞാൻ കാണുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഒരുത്തൻ പറയണത് എന്റെ ഇനി അവയവം എടുത്തോളൂ, എനിക്ക് ഇത്ര ഉറുപ്പിയുടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ അവനെ ചൂഷണം ചെയ്യത്തക്ക തോതിൽ ഈ കേരളത്തിൽ ഇത്രയും അവയവ കച്ചവടം നടന്നിട്ടും സംസ്ഥാന സർക്കാർ ചെറുവിരലനക്കാതെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇതുപോലെ തന്നെയാണ് ഈ മാൻ മിസ്സിങ്ങിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ എത്താൻ കാരണം എന്താണെന്നറിയോ? 2008 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. എന്ത്? ഞങ്ങൾക്ക് ഫീസ് ഞങ്ങളുടെ ഇഷ്ടത്തിന് വർദ്ധിപ്പിക്കാൻ സർക്കാർ സമ്മതിക്കാത്തതിന്റെ കാരണങ്ങളിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രതിസന്ധിയിൽ ഏറ്റവും വലുതാണ് ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള മൃതശരീരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് ഞാൻ അതിന്റെ പിന്നാലെ അന്വേഷണത്തിന് പോയപ്പോ എന്താ വെച്ചാൽ ഓരോ മെഡിക്കൽ കോളേജിലും ഒരു കൊല്ലം 24 or 30 ശവശരീരങ്ങൾ വേണം കടാവർ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ കടാവർ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എങ്ങനെയാണ് സംഭരിക്കുന്നതെന്ന് ഇവിടുത്തെ സർക്കാരിന്റെ ഒരു വകുപ്പിനും അറിയാത്ത വലിയൊരു വിവരമാണ് പുറത്തു വന്നത്. അന്നും ഈ മാൻ മിസ്സിംഗ് കേസുകൾ കൂട്ടിവെച്ചുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ എന്നിട്ട് എന്താ, എനിക്ക് അതിനൊരു സമഗ്രമായ നിയമം ഹൈക്കോടതി വഴി ഉണ്ടാക്കാനും ഇപ്പൊ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് 40,000 രൂപയ്ക്ക് മൃതദേഹം വിൽക്കേണ്ട ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചു. പക്ഷെ ഈ വിഷയത്തില് എനിക്ക് തന്നെ ബ്രോക്കർമാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതില് ഞാൻ പശ്ചാത്തപിക്കുന്നതോടൊപ്പം തന്നെ പറയുകയാണ്, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഈ അവയവ കച്ചവടത്തിലൂടെ കേരളത്തിൽ നടക്കുന്നതെന്ന് ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും അധികൃതർ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇത് ജനങ്ങൾക്ക് സുഗമമായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്തായാലും അവയവ കച്ചവട മാഫിയയും അതുപോലെ ഇടനിലക്കാരെയും നിയന്ത്രിച്ചേ മതിയാവൂ. അവയവ ദാനത്തെപ്പറ്റി മലയാളികൾക്ക് അവബോധവും നിയമപരിജ്ഞാനവും അനിവാര്യമായിരിക്കുന്നു. സാമ്പത്തിക പരാധീനത മുതലെടുക്കുന്നവരെയും ചതിക്കുഴികളിൽ വീഴ്ത്തുന്നവരെയും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക. രാജ്യാന്തര അവയവ കച്ചവട മാഫിയയുടെ അടിവേരറുക്കാൻ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ആവും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും